CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ശക്തമായ മഴയിൽ പുന്നയൂർ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം. പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ സജ്ജീകരിക്കണമെന്ന് ദുരിതബാധിതർ. മുസ്ലിം ലീഗ് പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വെള്ളക്കെട്ട് പ്രദേശം സന്ദർശിച്ചു. വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ TV സുരേന്ദ്രൻ കടുത്ത അവഗണനയാണ് പ്രദേശവാസികളോട് കാണിക്കുന്നതെന്ന് ലീഗ് ഭാരവാഹികൾ ആരോപിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും പരൂർ ഡ്രീം പാലസിന് സമീപം വലിയ തേക്കുമരം കടപുഴകി വീണു. 6ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു. ഗതാഗതവും തകരാറിലായി. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ ഭിത്തി തകർന്നു വീണു. കടവല്ലൂർ വട്ടമാവ് പരേതനായ ചന്ദ്രന്റെ വീടിന്റെ പിറകുവശത്തുള്ള അടുക്കളയോട് ചേർന്ന ഭാഗമാണ് പൂർണ്ണമായും നിലംപൊത്തിയത്. വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊഴിങ്ങര വടക്കേക്കാട് റോഡ്, പനന്തറ ആൽത്തറ റോഡ് എന്നിവിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. യാത്രക്കാർ ദുരിതത്തിൽ. 2 ദിവസങ്ങളിലായി നിർത്താതെ പെയ്ത ശക്തമായ മഴയിലാണ് ഇരു റോഡുകളിലും വെള്ളക്കെട്ട് രൂക്ഷമായത്. ചാവക്കാട് നഗരസഭ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഏനാമാവ് റോഡിനോട് ചേർന്ന ഭാഗം വെള്ളക്കെട്ടിൽ. PWD അധികൃതർ നടത്തിയ അശാസ്ത്രീയ കാന നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ആക്ഷേപം. കനത്ത കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ് പശു ചത്തു. എളവള്ളി പഞ്ചായത്തിലെ വാഗ മാണിക്കത്ത് വിശ്വനാഥന്റെ വീട്ടിലെ പശുവാണ് ചത്തത്. 1.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 33 വയസ്സുള്ള സുഫാലിനെയാണ് വടക്കേകാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി നെല്ലുവായി സെന്ററിന് സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ് യുവാക്കൾക്ക് പരിക്കേറ്റു. മങ്ങാട് സ്വദേശികളായ ജീറ്റസ്, ക്രിസ്റ്റോ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെ ആയിരിക്കരുത് എന്നതിന്റെ ഉത്തമോദാഹരണമാണ് BJP നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായുള്ള ഇന്ത്യയെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. പൊന്നിയൂർക്കുളത്ത് CPI ഗുരുവായൂർ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാധാരണ ജനങ്ങളുടെ ഏകാശ്രയമായ അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെയും ഫാർമസിസ്റ്റിനെയും നിയമിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി മെഡിക്കൽ ഓഫീസർക്ക് നിവേദനം നൽകി. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 24 മണിക്കൂറും ചികിത്സ നൽകാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി. നോർത്ത് പറവൂരിൽ നിന്നും തിങ്കളാഴ്ച പുലർച്ചെ കാണാതായ 3 കുട്ടികളെ കുന്നംകുളത്തു നിന്നും കണ്ടെത്തി. രാവിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് ഇവരെ കണ്ടെത്തിയത്. ഗുരുവായൂർ നഗരസഭ 12-ാം വാർഡ് അങ്ങാടിത്താഴം പഞ്ചാരമുക്ക് റോഡരികിൽ ചെറിയ തോടിൽ നിന്നും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നഗരസഭ നീക്കം ചെയ്യാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പഴഞ്ഞി യങ്സ് കമ്മിറ്റി VK രാജന്റെ അനുസ്മരണാർത്ഥം രാജേട്ടൻ ഓർമ്മകളിലെന്ന അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. അകലാട് ഒറ്റൈനി അൽ മദ്രസത്തു സലഫിയ മദ്രസയിലെ പ്രവേശനോത്സവം നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.